ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട് UFC 313ക്ക്. അപ്പൊ ഇന്ന് രാവിലെ ഇപ്പത് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞങ്ങനെയാണ്. പ്രസ് കോൺഫറൻസിൽ നമ്മുടെ അലക്സ് റഷ്യൻ റിപ്പോർട്ടറിനെ നോക്കി പീഡിപ്പിക്കുകയും പിന്നെ ആംഗലേവ് ചെറിയ കൗണ്ടർ അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ UFC 313യുടെ മെയിൻ ഇവന്റിന്റെ സമയത്ത് നമ്മൾ ലൈവ് ഇടണമായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നൈസായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പൊ നമ്മളെ വാച്ചലോങ്ങിൽ ജോയിൻ ചെയ്യാം. പ്രസ് കോൺഫറൻസ് ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങിയപ്പോൾ തൊട്ട് വലിയ സീനൊന്നും ഉണ്ടായില്ല. ഭയങ്കര അത്യാവശ്യം ഹമ്പിൾ എന്നുള്ള രീതിയിൽ പോകണായിരുന്നു. ഒരുമാതിരി ഭയങ്കര ബൂസായിരുന്നു. ആംഗലേവിന് ഭയങ്കര കൂവലും കിട്ടി. അലക്സ് പെരേരയാണെങ്കിൽ അലക്സ് പെരേരയുടെ നിഴല് കാണുമ്പോഴത്തേന് എല്ലാവരും ചീറാണ്. അമ്മാതിരി അവസ്ഥയായിരുന്നു. പുള്ളിയാണെങ്കിൽ ആദ്യം തൊട്ട് സംസാരിക്കുമ്പോൾ ഓരോ സെന്റൻസിന്റെ അറ്റത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണ പോലെ ചാമയും കൂടി ചേർക്കുമ്പോൾ പൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ട്വിസ്റ്റ് നടന്നു. ഇത് റഷ്യൻ റിപ്പോർട്ടർ. ആ റഷ്യൻ റിപ്പോർട്ടർ നമ്മുടെ ഇനിയസ്റ്റൊക്കെ ത്രൂ ബോൾ കൊടുക്കില്ലേ മെസ്സിക്ക്, അതേപോലെ ഒരു പ്ലേറ്റിൽ സാധനങ്ങൾ വെച്ചു കൊടുത്ത് എന്താണ് അങ്കലേവിനോട് ചോദിക്കുന്നത്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലക്സിന് റിട്ടയർ ചെയ്യിപ്പിക്കോ അല്ലെങ്കിൽ MMA തന്നെ ഉണ്ടാവോ അല്ലെങ്കിൽ ബ്രസീലില് ടയർ ഷോപ്പിലോട്ട് തിരിച്ചു വിടുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല നേരെ വെച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേന് അങ്കിലേവ് അതുപോലെ അതിന് റിപ്ലൈ കൊടുത്ത് നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോണെന്ന്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ പുള്ളി തന്നെ തീരുമാനിച്ചോളൂ എവിടെ നിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ മോൻ ചോദിക്കണ ക്ലിപ്പൊന്നും അല്ല, ഈ പറയണത് മാത്രമല്ല ഇറങ്ങിയത്. അപ്പൊ മറ്റേ ആംഗലേവ് ഒരു 6 അടിച്ച പോലത്തെ രീതിയിലാണ് ഇപ്പൊ വന്നേക്കണത്. ആംഗലേവ് അത്രയും നേരം ഹമ്പിൾ പിടിച്ചോണ്ടിരിക്കണേ. എന്നിട്ടാ ഇടയ്ക്കിടയ്ക്ക് ചിരി അങ്ങനെയൊക്കെ വിട്ടുകൊണ്ടിരിക്കണം. ഈ റഷ്യൻ റിപ്പോർട്ടർ ചോദിച്ച ക്വസ്റ്റ്യന് 10 സെക്കൻഡ് എടുത്ത്. ഞാൻ ഇവിടെ നോക്കണത് എത്ര സെക്കൻഡ് പുള്ളിക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട്. അവിടെ അലക്സ് ആണെങ്കിൽ ഇത് കേട്ട് എനിക്ക് അലക്സിന് പുതിയൊരു ഇയർ പീസ് ഒക്കെ കിട്ടിയിരുന്നു തോന്നുന്നുണ്ട്. ലൈവ് ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് തോന്നിപ്പോ. അപ്പൊ തന്നെ പുള്ളി ചോദിച്ചത് കഴിയുമ്പോ തന്നെ പുള്ളിക്ക് ട്രാൻസ്ലേഷൻ കിട്ടി. പുള്ളി മറ്റേ ഇത്തിരി എണീറ്റൊക്കെ ഇത്തിരി ചായ ഇരുന്നത് കുറച്ചിങ്ങനെ കയറിയൊക്കെ ഇരുന്നിട്ട് നോക്കി. അവരെ തന്നെയാണാ നോക്കിയെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും ക്രൗഡിലോട്ട് ആരെയോ നല്ല രീതിയിൽ നോക്കണുണ്ടാവും. മറ്റേ കൂടോത്തത്തിന് ട്രയാങ്കിൾ വരച്ച് വെച്ചിട്ടുണ്ട് അത് നോക്കിയവന്റെ അടുത്ത്. അപ്പൊ എന്തായാലും അലക്സ് പൊളിച്ചല്ല, അങ്കലേവാണ് ശരിക്കും പൊളിച്ചത്. അലക്സ് ചെറുതായിട്ട് ഇത്തിരി ശോകമായി ചെറുതായിട്ട്. ഇപ്പൊ 10-6 അടിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ 10-6 ഒന്നും അല്ല, ഒരു അങ്കലേവിനാണ് നല്ല മൊമെന്റ്സ് ഉണ്ടായത്. സാധാരണ ഈ ട്രാൻസ്ലേറ്റേഴ്സ് വരുമ്പോ ഇതിപ്പോ സാധാരണ ട്രാൻസ്ലേറ്റേഴ്സ് വരുമ്പോൾ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടാവല് കുറവാണ്. ഇപ്പൊ ഒലിവറുടെ ഒക്കെ കുറച്ച് മൊമെന്റ്സ് ഉണ്ട് ട്രാൻസ്ലേറ്റ് വരുമ്പോ. അല്ലാണ്ട് ഇതിപ്പോ 2 മെയിൻ ഇവന്റ് ഫൈറ്റേഴ്സിനും ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. അതൊരുമാതിരി ടൈമിങ് തെറ്റിയ ജോക്ക് പറയണ പോലെയൊക്കെയാണ് ചിലതൊക്കെ. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഹിറ്റാവൂലല്ലോ കറക്റ്റ് ആയിട്ട്. ഒരാൾ പറഞ്ഞ് അത് കഴിഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അത് വേറെ ആൾ ട്രാൻസ്ലേറ്റ് ചെയ്താലേ അലക്സിന് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു മിസ്സിങ് ഉണ്ട്. പക്ഷെ എന്നാലും മിസ്സിങ് ഒന്നും ഫൈറ്റിനും ഒന്നും മിസ്സാവൂല. എല്ലാം കൊള്ളേണ്ട അടുത്തൊക്കെ തന്നെ കൊള്ളു, അത് ഉറപ്പാണ്. കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത്ര എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഇങ്ങനത്തെ ട്രാൻസ്ലേറ്റർ ഫീൽഡ് പ്രസ് കോൺഫറൻസിലൊക്കെ ഒട്ടും പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും അങ്ങോട്ട് കൊള്ളേണ്ട സ്ഥലത്തൊന്നും പറയണമെന്ന് എത്തൂല. ട്രാൻസ്ലേറ്റർമാരുടെ ഇതുണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഒരു ഇത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവരുടെ ഫേസ് ഓഫ് ചെയ്തപ്പോഴേക്കും ശരിക്കും അലക്സ് ഒരു ഒരു സാധാ ലൈറ്റ് ഹെവി വെയിറ്റ് അല്ല, ഇതൊരു മാതിരി ഒരു ഹെവി വെയിറ്റ് ഫ്രെയിമിലോട്ട് വന്ന പോലെ ഉണ്ട്. ആംഗലേവാണെങ്കിൽ ഒരു കറക്റ്റ് നാച്ചുറൽ ലൈറ്റ് ഹെവി വെയിറ്റ് ലുക്കും ഉണ്ട്. അപ്പൊ കുറച്ച് നല്ല ബിഗറായിട്ട് തോന്നുന്നുണ്ട് അലക്സ്. പിന്നെ കോമേന് അവരാണെങ്കിൽ ഭയങ്കര റെസ്പെക്റ്റും കൊടുത്ത് കളിച്ച് നമുക്ക് ഒരുമിച്ച് ആംബുലൻസിൽ പോവാ, മറ്റേതാണ് മറിച്ചതാണ് അങ്ങനെയൊക്കെ പറയണുണ്ടായിരുന്നു. നമ്മുടെ ജസ്റ്റിൻ ഗേച്ചി, റാഫേൽ ഫിസിയോ. അപ്പൊ ആ ഫൈറ്റിനെ കുറിച്ച് അധികം നമ്മൾ ചാനലൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ ആ ഫൈറ്റ് ഇതിപ്പോ റീഷെഡ്യൂൾ ചെയ്ത ഫൈറ്റാണ്. റീഷെഡ്യൂൾ അല്ല, റിപ്ലേസ്മെന്റ് വന്ന ഫൈറ്റാണ്. ആദ്യം ഡാൻ ഹുക്കർ ആയിരുന്നു. ഒരു വാറിന് വേണ്ടി ഡാൻ ഹുക്കർ ജസ്റ്റിൻ ഗേച്ചി ഡാനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു റീമാച്ച് ആയി ഇപ്പൊ റാഫേൽ ഫിസിയോവും ജസ്റ്റിൻ ഗേച്ചിയും.
അപ്പൊ അതൊരു കിടിലൻ ഫൈറ്റ് ആയിരിക്കും. അവര് പ്രസ് കോൺഫറൻസിലാണെങ്കിലും ഭയങ്കര ഹമ്പിൾ ചെയ്ത് കളിച്ച്. ഇതിപ്പോ ഈ ആംഗലേവ് ആദ്യം ഹമ്പിളൊക്കെ ഇരുന്ന് കൂടുതൽ അങ്ങനെ പറയണമെന്നുണ്ടായില്ല. ചിരിച്ച് കളിച്ച് ഇരിക്കണായിരുന്നു. നോച്ച ഒരു കാര്യം പറയണ്ടായിരുന്നു ആംഗലേവ്. ഫൈറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ ചാമയിരിക്കൂല, നോ ചാമ ഇറ്റ്സ് ആംഗലേവ് ടൈം അതായിരിക്കും എന്നാ പറയണ ചാൻഡ്. നമുക്ക് നോക്കാം എന്തായിരിക്കും ചാൻഡ് എന്ന്. ഇനി 2 ദിവസം കൂടി ഉണ്ട്. അപ്പൊ എന്തും നടക്കാം. ഇപ്പൊ അങ്ങനത്തെ ഒരു മൂഡിൽ വന്നിട്ടുണ്ട്. കാരണം വോട്ട്സ് നേരെ 50-50 ആയിട്ടുണ്ട് വോട്ട്സ്. അപ്പൊ തന്നെ മനസ്സിലായി. ഞാൻ വിചാരിച്ച അലക്സ് ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചു. പക്ഷെ എന്നാലും ഇപ്പൊ പക്ക 50-50 ആയി. അപ്പൊ കലക്കി ഓട്സ് വരെ പറഞ്ഞ് എന്ത് വേണമെങ്കിലും നടക്കാന്ന്. അപ്പൊ എന്തായാലും കിഡിലിനൊരു ഫൈറ്റ് ആയിരിക്കും. പിന്നെ നമ്മള് UFC 313 മെയിൻ ഇവന്റ് ടൈമിൽ ലൈവ് വരും. അപ്പൊ അന്ന് എല്ലാവരെയും ക്യാച്ചപ്പ് ചെയ്യാം.